സംസ്ഥാനത്ത് വ്യാപക മഴയിൽ കനത്ത നാശനഷ്ടം. കോഴിക്കോടും ഇടുക്കിയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. തൃശൂർ നഗരം നിശ്ചലമായി. രാവിലെ കനത്ത മഴയാണ് തൃശൂരിൽ പെയ്തത്. തൃശൂർ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളപ്പൊക്കം കണക്കെ നിരവധി പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറി. ഗതാഗത കുരുക്ക് നഗരത്തിൽ രൂക്ഷമായി. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ശനിയാഴ്ച ഇന്ന് രാവിലെ 10:30 സംഭവം. ഇതേ തുടർന്ന് ട്രെയിൻ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. ഗതാഗതം 10:45 പുനഃസ്ഥാപിച്ചു. പലയിടത്തും നഗരത്തിൽ വാഹനങ്ങൾ തിരിച്ചുവിട്ടു. ഇക്കണ്ട വാര്യർ റോഡ് വെള്ളത്തിൽ മുങ്ങി. MG റോഡിലും സ്വരാജ് റൗണ്ടിലും വെള്ളക്കെട്ടുണ്ട്. മഴ കനത്തതോടെ റെയിൽവേ ട്രാക്കിലേക്കും വെള്ളം കയറിയിരുന്നു. കോഴിക്കോടും ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നു. കനത്ത മഴയിൽ കൂരാച്ചുണ്ട് കരിയാത്തൻപാറയിൽ ഉരുൾപൊട്ടലുണ്ടായി. 28 മൈൽ സ്വദേശിയുടെ കോഴി ഫാം തകർന്നു. 1500-ലധികം കോഴികളാണ് ഇവിടെ നശിച്ചു പോയത്. ഇടുക്കി പൂച്ചപ്രയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമുണ്ടായി. 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ തലനാഴിരയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഏക്കർ കണക്കിന് കൃഷിയാണ് ഇവിടെ നശിച്ചത്. ഇന്ന് കാലാവസ്ഥാ വകുപ്പ് വീണ്ടും വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെയും ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഈ മാസം 5-ാം തീയതിയും ഓറഞ്ച് അലർട്ട് തുടരും. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മറ്റൊരു ചക്രവാത ചുഴി ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി അടുത്ത 7 ദിവസവും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയത് തുടരുന്നു.